എനിക്കറിയില്ല. അതുപോലത്തെ മാനസികാവസ്ഥ, മനസ്സ് കടലെങ്ങനെയാണോ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതിൻ്റെ അവസ്ഥ പറയാൻ എനിക്കറിയില്ല. ഈ പ്രപഞ്ചശക്തിയോടും ഇങ്ങനെ ഒരു യൂണിവേഴ്സ്, പ്രപഞ്ചശക്തി എന്നുള്ളൊരു ശക്തി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. മൂന്നാമത് ഒരു വ്യക്തിയുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ കുടുംബ ബന്ധം, നിങ്ങളുടെ വിവാഹ ബന്ധം തകർന്നിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മനഃശാസ്ത്രപരമായും അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷനിലെ സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ഒരു വിജയകഥയുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത്. ആദ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂന്നാമതായൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്. നമ്മളിൽ നിന്ന് കിട്ടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ആ വ്യക്തിക്ക് കിട്ടുന്നത് കൊണ്ടാണ് ആ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് പോയത്. അതുകൊണ്ട് നമുക്ക് ഇല്ലാത്ത ഏതൊരു കാര്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ആ വ്യക്തി ചിലപ്പോൾ തിരികെ വന്നാലും ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ചിലപ്പം വീണ്ടും ആ വ്യക്തി പോയേക്കാം. അതായത് നമ്മൾ ആ ഗ്യാപ്പിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. കാരണം നമ്മളെ പ്രോബ്ലംസ് നമ്മളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ റിലേഷൻഷിപ്പിലെ ഓരോ പ്രോബ്ലംസും നമ്മൾ അവെയർ ആകുക. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുക, സിൻസിയറായിട്ട് ഒന്നും നോക്കാതെ നമ്മളെ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലായാലും മറ്റ് റിലേഷൻഷിപ്പിലായാലും എല്ലാം തന്നെ ഉണ്ടാവും. അവസാനം നമുക്ക് പണി കിട്ടുകയാണ് ചെയ്യുക. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി നമ്മളെ സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്തത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും തന്നെ പൊട്ടിത്തെറിക്കാതിരിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് വേറൊരു റിലേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാന്ന് ചിലപ്പോൾ ആ ബന്ധം തകരുകയാണ് ചെയ്യുക. അതായത് നിങ്ങൾ ചോദിക്കുക, ജെൻറ്റിലായിട്ട്, അതായത് സ്മൂത്തായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് എന്തുകൊണ്ടാണ് പോയത് അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ചിലപ്പോൾ ആ വ്യക്തി മനസ്സ് ഓർക്കും, നീ അതെനിക്ക് തന്നില്ല, അല്ലെങ്കിൽ ഇന്നൊരു സിറ്റുവേഷനാണ്, ചിലപ്പോൾ ആ വ്യക്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്തേക്കാം. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും നമുക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറുണ്ട്. അന്നേരം ആ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഇരുന്നിട്ട് തുറന്ന രീതിയിലുള്ള സംസാരം കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അതായത് റിലേഷൻഷിപ്പിലെ പ്രോബ്ലം, ഭർത്താവിന് കുറേ പ്രോബ്ലംസ്, അങ്ങനത്തെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, സൂയിസൈഡിൻ്റെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, ഈ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് നഷ്ടം? നിങ്ങളെ മക്കൾക്ക്, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്. നിങ്ങളൊരിക്കലും നിങ്ങളെ ഫോക്കസ് ചെയ്തില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സന്തോഷം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്തു. അതിലൂടെ അദ്ദേഹത്തിന് തന്നെ ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചു. ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ ഇതിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി പറയുകയാണ്. കാരണം എങ്ങനെയാണ് നമുക്ക് നല്ല റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനും തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം അനന്ത് സാർ. ഞാനൊരു സക്സസ് സ്റ്റോറി പറയാനായിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. ഞാൻ റിലേഷൻഷിപ്പ് മാസ്റ്ററിയാണ് ആദ്യം പങ്കെടുത്തത്. സാറിന് ആദ്യമായിട്ട് തന്നെ സാറിന് നന്ദി അറിയിക്കുന്നു. സാറിൻ്റെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററിയാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ പങ്കെടുത്തിരുന്ന സമയത്ത് എനിക്ക് ഡിപ്രഷൻ, ഞാൻ പറയാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുപോലത്തെ മാനസികാവസ്ഥ, മനസ്സ് കടലെങ്ങനെയാണോ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതിൻ്റെ അവസ്ഥ പറയാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ആത്മഹത്യനെ പറ്റി ചിന്തിച്ചാണ് ഇരുന്ന സമയത്താണ് സാറിൻ്റെ ഈ കോഴ്സിൽ പങ്കെടുത്തത്. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ദുരനുഭവങ്ങൾ ഉണ്ടായി. അപ്പം താങ്ങാൻ പറ്റാതെ ഹസ്ബൻഡിൽ നിന്ന് തന്നെ ഉണ്ടായി. അതിൽ നിന്ന് എനിക്ക് കരകയറാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അവിടെ തീർന്നു, എനിക്ക് മുന്നോട്ട് ലൈഫില്ല എന്നുള്ള ചിന്ത തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്ന. മക്കളുടെ കാര്യം ഓർത്ത് എന്ത് ചെയ്യണം, എങ്ങോട്ട് ജീവിക്കണം, എങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊക്കെ പല ചിന്തകളിൽ കൂടെ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചിരുന്ന സമയത്ത്, നെഗറ്റീവ് ചിന്തകൾ മാത്രമായിട്ട് നിന്ന സമയത്താണ് സാറിൻ്റെ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം ദൈവം കൊണ്ട് തന്ന ദൈവം എന്ന പ്രപഞ്ച ശക്തി എനിക്ക് സാറിന് മുന്നിൽ കൊണ്ട് തന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ച് ഈ കാര്യം പറയുന്നത്. എനിക്ക്
ഈ ഒരു കോഴ്സിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് കടൽ പോലെ ഇരുന്ന മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമായിട്ട് വന്ന് എനിക്ക് ചിന്തിക്കാനുള്ള വിവേകം ഉണ്ടാക്കി തന്നു. എന്നുവെച്ചാൽ നെഗറ്റീവ് വിട്ട് പോസിറ്റീവിലേക്ക് ചിന്തിക്കാനും, എന്നുവെച്ചാൽ നമുക്കൊരു ദുരനുഭവം ഉണ്ടായി, അത് ഒരിക്കലും അത് മാറുന്നില്ല. പക്ഷെ അതെന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾക്കത് ക്ഷമിക്കാനും നമുക്കൊരു പുറത്തു കൊടുക്കാനും പറ്റിയത് ഈ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ്. ഒരിക്കലും നമ്മൾ ക്ഷമിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യം നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതെങ്ങനെ സാധിച്ചെന്നോ അതെങ്ങനെ എന്നെക്കൊണ്ട് പറ്റിയെന്നോ എനിക്കറിയില്ല. ഞാൻ സാറ് പറഞ്ഞ രീതിയിൽ ഫോർഗീവ്നെസ്സും സെൽഫ് ലവും ഒക്കെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ മൊത്തത്തിൽ ഡിപ്രഷൻ അടിച്ചിരുന്ന സമയത്ത് നമുക്ക് ആരോടും സംസാരിക്കാൻ പോലും ഒന്നും ഇല്ലാത്തിരുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ പ്രപഞ്ചശക്തിയോടും ഇങ്ങനെ ഒരു യൂണിവേഴ്സ്, പ്രപഞ്ചശക്തി എന്നുള്ളൊരു ശക്തി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നത് അനവിന്ദ് സാറാണ്. ഒരിക്കലും ഇത്രയും പവറുണ്ട്, നമുക്ക് യൂണിവേഴ്സിലോട്ട് ഇത്രയും പവറുണ്ടെന്നുള്ളത് മനസ്സിലാക്കി തന്ന അനവിന്ദ് സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സാറിന് നന്ദി ഉണ്ടായിരിക്കും. എത്ര കാലം കഴിഞ്ഞാലും സാറിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല, വാക്കുകളില്ല സാറിന് അവിടെ പറയാനായിട്ട്. അത്രയ്ക്കാണ് നന്ദിയുണ്ട് സാറ് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. എനിക്ക് എങ്ങനെ നന്ദി അറിയിക്കണം എന്നും എനിക്കറിയില്ല സാറ്. നന്ദി. ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സക്സസ് സ്റ്റോറി എത്രയോ പേർക്ക് പ്രചോദനവും പ്രതീക്ഷയും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ 21ാമത് റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ ബാച്ച് നാളെ വൈകുന്നേരം ആരംഭിക്കാൻ പോവുകയാണ്. കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സീറ്റഡ് കുറച്ച് ലിമിറ്റഡ് ആണ്. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഹീലിംഗ് മെഡിറ്റേഷനായ സെൽഫ് ലവ്, ഫോർഗിവ്നെസ്, ബ്ലെസ്സിങ് മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഓരോ മെഡിറ്റേഷൻസും നമ്മളെ വൈബ്രേഷൻ ലെവലിനെയും നമ്മളെ ഹാപ്പിനെസ്സിനെയും ഹയറാക്കേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. പിന്നെ ഞാനിവിടെ പറഞ്ഞ കാര്യം, അതായത് തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വരാനുള്ള കാരണം ഞാൻ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ഈ ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി കല്യാണത്തിന് ശേഷം ഭർത്താവിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. സ്വന്തം സ്വപ്നങ്ങൾ എന്താണെന്നോ സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്നോ ഒന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല. കാരണം ഭർത്താവ് തന്നെയായിരുന്നു എല്ലാം, ഫാമിലി തന്നെയായിരുന്നു എല്ലാം. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നിങ്ങളെ ഹാപ്പിനെസ്സിനെ കണ്ടെത്തൂ. നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് രോഗങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ ശരീരം പോവും, പിന്നെ നമ്മൾ ഹോസ്പിറ്റലാവും, അവസാനം നമ്മളെ ജീവിതം തന്നെ നരകമായി മാറും. നിങ്ങളെ ശരീരത്തെ നോക്കൂ, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കൂ, എക്സസൈസ് ചെയ്യൂ, നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കൂ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കൃത്യമായ രീതിയിൽ അതായത് നമ്മുടെ റിലേഷൻ മാസ്റ്ററി പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. അതായത് നമ്മൾ ബന്ധങ്ങളിലല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളിലാണുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നല്ല ഒരു യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പങ്കാളി ചിലപ്പോൾ ഇങ്ങനെ കുടുംബപരമ്പരയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പങ്കാളിയാണ് എൻ്റെ എല്ലാം, എൻ്റെ മക്കളാണ്, എൻ്റെ കുടുംബമാണ് എൻ്റെ സ്ട്രെങ്ത്. ഒരിക്കലല്ല, കുടുംബമൊന്നും ഒരു സ്ട്രെങ്ത്തും അല്ല, നമ്മൾ തന്നെയാണ് സ്ട്രെങ്ത്. നമ്മൾ ഹാപ്പി ആണെങ്കിൽ, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നമ്മളെ കയ്യിൽ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കാനും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് തിരികെ വന്നു. കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരി ഹാപ്പി ആയിട്ടിരിക്കുന്നു, പുള്ളിക്കാരിയുടെ സൗന്ദര്യം ഇമ്പ്രൂവ് ചെയ്തു, പുള്ളിക്കാരി സ്മാർട്ടായിട്ട് നിൽക്കുന്നു. അതിന് ഭർത്താവിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി വന്നു.
എങ്ങനെയാണ്, അതായത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയും ഇതുവരെ എങ്ങനെയാണ് പോയത്, പക്ഷേ ഇപ്പോൾ സൗന്ദര്യം നോക്കുന്നു, എൻ്റെ ഭാര്യ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവളെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി നോക്കുമോ, ഈ രീതിയിലൊരു പ്രോബ്ലം പുള്ളിക്കാരൻ്റെ മനസ്സിൽ വന്നു. ഇതാണ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യം. അന്നേരം ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മളെ ഹാപ്പിനെസ്സിന് അല്ലെങ്കിൽ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം, സെൽഫ് കെയർ എന്ന് പറയുന്ന കാര്യം കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക. ആര് വന്നാലും ആരില്ലെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളെ സന്തോഷത്തെ കണ്ടെത്താം. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുകളുണ്ട്. താങ്ക് യു സോ മച്ച്.